നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷമീറാണ്. വഴിയൊരു കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ നമ്മളെ പുഞ്ച പാർക്കിലൊന്ന് പോയിരുന്നു കേട്ടോ. അത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ വന്നേരി സ്കൂളില്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരിക. വന്നേരി സ്കൂളിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് അവിടേക്കുള്ള റോഡ് വരുന്നത്. ഒന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റായിട്ട് പുഞ്ചപ്പാടത്തിൻ്റെ അടുത്തായിട്ട് കാണാം ഈ സാധനം. എൻ്റെ അടുത്തുള്ളൊരു ജ്യൂസ് കടയാണ് കേട്ടോ. അതാ കരിമ്പ് ജ്യൂസാണ്, കരിമ്പ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അടിപൊളി കരിമ്പ് ജ്യൂസാണ്, ഞാൻ നല്ല കുടിക്കണ്ടായി. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളി. പിന്നെ കരിമ്പ് ജ്യൂസ് കഴിച്ചത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി കഴിഞ്ഞിട്ടുണ്ടല്ല, നേരെ ഈ കാണുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. രണ്ട് സൈഡിലും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി. കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. ഈ റൈഡുകളിൽ കളിക്കുന്ന കുട്ടികളെ എനിക്ക് കാണാൻ പറ്റി ഇവിടെ. അങ്ങനെ ഈ തിരിച്ചിരുത്ത് ഇങ്ങനെ വെറുതെ കിടന്ന് തിരിയണം, പക്ഷെ കുട്ടികളുടെ വണ്ടില്ലേ കുട്ടികൾ കിടന്ന് ചാടി കളിക്കണ അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരു 40 രൂപ ഉള്ളൂ കേട്ടോ. 40 രൂപ കൊടുത്ത് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോ റൈഡ് ഉണ്ട്. ആ റേറ്റിനനുസരിച്ച് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അധികം പ്രൈസുള്ള ഒന്നല്ല, ചെറുതാണ്. പിന്നെ ഇതാ കുട്ടികൾ ഇതുണ്ടില്ലേ ഈ ഇതിൽ ചാടി കളിക്കണ, അതുപോലെ നെറ്റിൽ കിടന്നിട്ട് ചാടി കളിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളടുത്താണല്ലോ, വന്നേരിയിലാണ്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണ്. ചിമ്പാൻസി അത് കണ്ടില്ലേ താങ്ങി പിടിച്ചേക്കണ്, ഗൊറില്ല അതിങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കണ പോലെ ഉണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾ ചാടി കളിക്കണമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാനിവിടേക്ക് പോയത് ഒരു 2-2.5 മണിക്കാണ് കേട്ടോ. ആ സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല, ആൾക്കാർ ഇങ്ങനെ വരുന്നുള്ളൂ. ആക്ച്വലി ആളുകൾ വരിക ഒരു 4-4.5 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോഴല്ലേ ഈ വെയിലിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടാവുള്ളൂ. അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങണ ഞാൻ പോരുന്ന സമയമാകുമ്പോഴത്തേനും. എൻ്റെ ഒരു ചെറിയൊരു നടപ്പാത പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ വഞ്ചിപ്പുര എന്നാണ് എൻ്റെ പേര്. അതിലിങ്ങനെ ആൾക്കാർ ഇരിക്കാനും അതുപോലെ തന്നെ അങ്ങോട്ട് നടന്ന് ഇതാക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ വഞ്ചിപ്പുരയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അത് നല്ല രസമുണ്ട് അകലെന്ന് കാണുമ്പോൾ. ശരിക്കും ഒരു വഞ്ചി, നല്ല മറ്റേ എന്താ പറയുക, കെട്ട് വഞ്ചി ഉണ്ടല്ലോ അതുപോലെ കുട്ടികൾക്ക് പലതരം ഗെയിമിൽ ഏർപ്പെടാനുള്ള സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ആ ഒരു സ്ഥലം. ഇതിൽ നമ്മൾ വീഡിയോ ഗെയിംസ് വരുന്നുണ്ട് സാധാ. ഓക്കെ, കണ്ടില്ലേ വീഡിയോ ഗെയിംസ് വരുന്നുണ്ട്. 2-3 പാനൽ വീഡിയോ മോണിറ്ററൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പിള്ളേർക്ക് അതാണ്ടില്ലേ, ഇത് 3D ആണ്. 3D കളിക്കാൻ ഇഷ്ടമുള്ള പിള്ളേർക്ക് അതും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മെല്ലെ ഇറങ്ങുന്ന സമയത്ത് ഇതായി പാടത്തിൻ്റെ സൈഡായിട്ട് അവർ പിന്നെ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോട്ടിംഗ് സൗകര്യം നമുക്കൊന്ന് കാണാം. ആ ബോട്ടിംഗ് സൗകര്യം തന്നെ ഒരു 50 രൂപയാണ് ഒരാളെന്ന് അവർ ഈടാക്കുന്നത്. ഈ കാണുന്ന പാടത്ത് നമുക്ക് ഒരുവിധം അങ്ങൊക്കെ പോകാൻ പറ്റും. ഇതിൽ ഈ കാണുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ ബോട്ടായിട്ട്. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബോട്ടാണ് കാണുന്നുള്ളൂ. ഓക്കെ ഗൈസ്, എൻജോയ്.